ശമൂവേലിന്റെ 1-ാം പുസ്തകം 6-ാം അധ്യായം. യഹോവയുടെ പെട്ടകം 7 മാസം ഫെലിസ്ത്യ ദേശത്തായിരുന്നു. എന്നാൽ ഫെലിസ്ത്യർ പുരോഹിതന്മാരെയും പ്രശ്നക്കാരെയും വരുത്തി, നാം യഹോവയുടെ പെട്ടകം സംബന്ധിച്ച് എന്തു ചെയ്യേണ്ടു? അതിനെ അതിന്റെ സ്ഥലത്തേക്ക് വിട്ടയക്കേണ്ടത് എങ്ങനെ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുവിൻ എന്ന് പറഞ്ഞു. അതിനവർ, നിങ്ങൾ ഇസ്രായേല്യരുടെ ദൈവത്തിന്റെ പെട്ടകം വിട്ടയക്കുന്നുവെങ്കിൽ വെറുതെ അയക്കാതെ ഒരു പ്രായശ്ചിത്തവും അവന് കൊടുത്തയക്കണം. അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വരും. അവന്റെ കൈ നിങ്ങളെ വിട്ടു നീങ്ങാതെ ഇരിക്കുന്നത് എന്ത് എന്ന് നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവന് കൊടുത്തയക്കേണ്ടുന്ന പ്രായശ്ചിത്തം എന്ത് എന്ന് ചോദിച്ചതിന് അവർ പറഞ്ഞത്, ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ എണ്ണത്തിനൊത്തവണ്ണം പൊന്നുകൊണ്ട് 5 മൂലക്കുരുവും പൊന്നുകൊണ്ട് 5 എലിയും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്ക് ഒരേ ബാധയല്ല ഉണ്ടായിരുന്നത്. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ മൂലക്കുരുവിന്റെയും നിങ്ങളുടെ ദേശത്തെ ശൂന്യമാക്കുന്ന എലിയുടെയും പ്രതിമകൾ ഉണ്ടാക്കി ഇസ്രായേല്യരുടെ ദൈവത്തിന് തിരുമുൽക്കാഴ്ചയായി വെക്കണം. പക്ഷെ അവൻ തന്റെ കൈ നിങ്ങളുടെ മേൽ നിന്നും നിങ്ങളുടെ ദൈവന്മാരുടെ നിന്നും നിങ്ങളുടെ ദേശത്തിന്മേൽ നിന്നും നീക്കും. മിസ്രയീമ്യരും ഫറവോനും തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് എന്തിന്? അവരുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിച്ച ശേഷമല്ലയോ അവർ അവരെ വിട്ടയക്കുകയും അവർ പോകുകയും ചെയ്തത്? ആകയാൽ നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി നുകം വെച്ചിട്ടില്ലാത്ത കറവുള്ള 2 പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്കു കെട്ടി അവയുടെ കിടാങ്ങളെ അവയുടെ അടുക്കൽ നിന്ന് വീട്ടിൽ മടക്കിക്കൊണ്ടുപോകുവിൻ. പിന്നെ യഹോവയുടെ പെട്ടകം എടുത്ത് വണ്ടിയിൽ വെപ്പിൻ. നിങ്ങൾ അവന് പ്രായശ്ചിത്തമായി കൊടുത്തയക്കുന്ന പൊന്നുരപ്പടിയും ഒരു ചെല്ലത്തിൽ അതിനരികെ വെച്ച് അത് തനിച്ച് പോകുവാൻ വിടുവിൻ. പിന്നെ നോക്കുവിൻ, അത് ബേത്ത്ശെമയിലേക്കുള്ള വഴിയായി സ്വദേശത്തേക്ക് പോകുന്നുവെങ്കിൽ അവൻ തന്നെയാകുന്നു നമുക്ക് ഈ വലിയ അനർത്ഥം വരുത്തിയത്. അല്ലെങ്കിൽ നമ്മെ ബാധിച്ചത് അവന്റെ കൈയല്ല, എതിർച്ചയാ നമുക്ക് ഭവിച്ചതത്രേ എന്നറിഞ്ഞുകൊള്ളാം. അവർ അങ്ങനെ തന്നെ ചെയ്തു. കറവുള്ള 2 പശുക്കളെ വരുത്തി വണ്ടിക്കു കെട്ടി അവയുടെ കിടാക്കളെ വീട്ടിലിട്ട് അടച്ചു. പിന്നെ അവർ യഹോവയുടെ പെട്ടകവും പൊന്നുകൊണ്ടുള്ള എലികളും മൂലക്കുരുവിന്റെ പ്രതിമകളും ഇട്ടിരുന്ന ചെല്ലവും വണ്ടിയിൽ വെച്ചു. ആ പശുക്കൾ നേരെ ബേത്ത്ശെമയിലേക്കുള്ള വഴിക്ക് പോയി. അവ കരഞ്ഞും കൊണ്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടി തന്നെ പോയി. ഫെലിസ്ത്യ പ്രഭുക്കന്മാരും ബേത്ത്ശെമേരിന്റെ അതിർവരെ പിന്നാലെ ചെന്നു. അന്നേരം ബേത്ത്ശെമേർ താഴ്വരയിൽ കോതമ്പ് കൊയ്യുകയായിരുന്നു. അവർ തല ഉയർത്തി പെട്ടകം കണ്ടു. കണ്ടിട്ട് സന്തോഷിച്ചു. വണ്ടി ബേത്ത്ശെമേന്യനായ യോശുവയുടെ വയലിൽ നിന്നു. അവിടെ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. അവർ വണ്ടിയുടെ മരം വെട്ടിക്കീറി പശുക്കളെ യഹോവയ്ക്ക് ഹോമയാഗം കഴിച്ചു. ലേവ്യർ യഹോവയുടെ പെട്ടകവും പൊന്നുരുപ്പടികളുള്ള ചെല്ലവും ഇറക്കി ആ വലിയ കല്ലിന്മേൽ വെച്ചു. ബേത്ത്ശെമേർ അന്ന് യഹോവയ്ക്ക് ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും അർപ്പിച്ചു. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഏവരും ഇത് കണ്ട ശേഷം അന്ന് തന്നെ എക്രോനിലേക്ക് മടങ്ങിപ്പോയി. ഫിലിസ്ത്യർ യഹോവയ്ക്ക് പ്രായശ്ചിത്തമായി കൊടുത്തയച്ച പൊന്നുകൊണ്ടുള്ള മൂലക്കുരുക്കൾ അസ്തോദിന്റെ പേർക്ക് 1, ഗസയുടെ പേർക്ക് 1, അസ്കലോന്റെ പേർക്ക് 1, ഗത്തിന്റെ പേർക്ക് 1, എക്രാന്റെ പേർക്ക് 1. ഇങ്ങനെയായിരുന്നു പൊന്നുകൊണ്ടുള്ള എലികൾ ഉറപ്പുള്ള പട്ടണങ്ങളും നാട്ടുപുറങ്ങളിലെ ഗ്രാമങ്ങളുമായി 5 പ്രഭുക്കന്മാർക്കുമുള്ള സകല ഫെലിസ്ത്യ പട്ടണങ്ങളുടെയും എണ്ണത്തിനൊത്തവണ്ണമായിരുന്നു. അവർ യഹോവയുടെ പെട്ടകം ഇറക്കി വെച്ച വലിയ കല്ല് ബേത്ത്ശെമേനായ യോശുവയുടെ വയലിൽ ഇന്നുവരെയുമുണ്ട്. ബേത്ത്ശെമേര്യർ യഹോവയുടെ പെട്ടകത്തിൽ നോക്കുകൊണ്ട് അവർ അവനെ സംഹരിച്ചു. അവൻ ജനത്തിൽ 50,070 പേരെ സംഹരിച്ചു. ഇങ്ങനെ യഹോവ ജനത്തിൽ ഒരു മഹാസംഹാരം ചെയ്തതുകൊണ്ട് ജനം വിലപിച്ചു. ഈ പരിശുദ്ധ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിൽപ്പാൻ ആർക്ക് കഴിയും? അവൻ ഞങ്ങളെ വിട്ട് ആരുടെ അടുക്കൽ പോകും എന്ന് ബേത്ത്ശെമേർ പറഞ്ഞു. അവർ കിര്യത്ത് യെയാരീം നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഫെലിസ്ത്യർ യഹോവയുടെ പെട്ടകം മടക്കി അയച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് അതിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുപോകുവിൻ എന്ന് പറയിച്ചു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം. കിര്യത്ത് യെയാരീം നിവാസികൾ വന്ന് യഹോവയുടെ പെട്ടകം എടുത്ത് കുന്നിന്മേൽ അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അവന്റെ മകനായ എലയാസറിന്റെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു. പെട്ടകം കിര്യത്ത് യെയാരീമിൽ ആയിട്ട് ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവയോട് വിലപിച്ചു. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യ ദൈവങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ. എന്നാൽ
അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അനന്തരം ശമൂവേൽ, എല്ലാ ഇസ്രായേലിനെയും മിസ്പായിൽ കൂടുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അവർ മിസ്പായിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പായിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്പായിൽ ഒന്നിച്ചുകൂടി എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നതും മതിയാക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടി എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിനു വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്ക് അടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടി മുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേൽ മിസ്പായിൽ നിന്നും പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു. ബേത്കാരിന്റെ താഴ്വരെ അവരെ സംഹരിച്ചു. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പായ്ക്കും ഷേനിനും മധ്യേ നാട്ടി. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് ഏബനേസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഈ ഫെലിസ്ത്യർ ഒതുങ്ങി, പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ശമൂവേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. എക്രോൻ മുതൽ ഗത്ത് വരെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരികെ കിട്ടി. അവയുടെ അതിർനാടുകളും ഇസ്രായേൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഇസ്രായേലും അമോര്യരും തമ്മിൽ സമാധാനമായിരുന്നു. ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. അവൻ ആണ്ടുതോറും ബെഥേലിലും ഗിൽഗാലിലും മിസ്പയിലും ചുറ്റി സഞ്ചരിച്ചു. അവിടങ്ങളിൽ വെച്ച് ഇസ്രായേലിന് ന്യായപാലനം ചെയ്തിട്ട് രാമയിലേക്ക് മടങ്ങിപ്പോരും. അവിടെയായിരുന്നു അവന്റെ വീട്. അവിടെ വെച്ചും അവൻ ഇസ്രായേലിന് ന്യായപാലനം നടത്തി വന്നു. യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠവും പണിതിരുന്നു. യെശയ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് യെരൂശലേമിൽ നിന്നും യഹൂദായിൽ നിന്നും ആധാരവും ആശ്രയവും, അപ്പം എന്ന ആധാരമൊക്കെയും വെള്ളം എന്ന ആധാരമൊക്കെയും, വീരൻ, യോദ്ധാവ്, ന്യായാധിപതി, പ്രവാചകൻ, പ്രശ്നക്കാരൻ, മൂപ്പൻ, 50 പേർക്ക് അധിപതി, മാന്യൻ, മന്ത്രി, കൗശലപ്പണിക്കാരൻ, മന്ത്രവാദി എന്നിവരെ നീക്കിക്കളയും. ഞാൻ ബാലന്മാരെ അവർക്ക് പ്രഭുക്കന്മാരാക്കി വയ്ക്കും. ശിശുക്കൾ അവരെ വാഴും. ഒരുത്തൻ മറ്റൊരുവനെയും ഒരാൾ തന്റെ കൂട്ടുകാരനെയും ഇങ്ങനെ ജനം അന്യോന്യം പീഡിപ്പിക്കും. ബാലൻ വൃദ്ധനോടും നീചൻ മാന്യനോടും കയർക്കും. ഒരുത്തൻ തന്റെ പിതൃഭവനത്തിലെ സഹോദരനെ പിടിച്ച്, നിനക്ക് മേലങ്കിയുണ്ട്, നീ ഞങ്ങളുടെ അധിപതിയായിരിക്ക, ഈ ശൂന്യ ശിഷ്ടം നിന്റെ കൈവശം ഇരിക്കട്ടെ എന്ന് പറയും. അവൻ അന്ന് കൈ ഉയർത്തിക്കൊണ്ട്, വൈദ്യനായിരിക്കാൻ എനിക്ക് മനസ്സില്ല, എന്റെ വീട്ടിൽ ആഹാരവുമില്ല, വസ്ത്രവുമില്ല, പിന്നെ ജനത്തിന് അധിപതിയാക്കരുത് എന്ന് പറയും. യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകൾ പ്രവൃത്തികളും അവന് വിരോധമായിരിക്കിയാൽ യെരൂശലേം ഇടിഞ്ഞു പോകും, യഹൂദ വീണുപോകും. അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. അവർ സോദോം പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു, അതിനെ മറയ്ക്കുന്നതുമില്ല. അവർക്ക് അയ്യോ കഷ്ടം, അവർ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്നു. നീതിമാനെക്കുറിച്ച് അവന് നന്മ വരും എന്ന് പറവിൻ. തങ്ങളുടെ പ്രവൃത്തികൾക്ക് ഫലം അവർ അനുഭവിക്കും. ദുഷ്ടന് അയ്യോ കഷ്ടം, അവന് ദോഷം വരും, അവന്റെ പ്രവൃത്തികളുടെ ഫലം അവനും അനുഭവിക്കും. എന്റെ ജനമോ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എന്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. യഹോവ വ്യവഹരിപ്പാൻ എഴുന്നേറ്റു, വംശങ്ങളെ വിധിപ്പാൻ നിൽക്കുന്നു. യഹോവ തന്റെ ജനത്തിന്റെ മൂപ്പന്മാരോട് പ്രഭുക്കന്മാരോടും ന്യായവിസ്താരത്തിൽ പ്രവേശിക്കും. നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നുകളഞ്ഞു, എളിയവരോട് കവർന്നെടുത്തത് നിങ്ങളുടെ വീടുകളിലുണ്ട്. എന്റെ ജനത്തെ തകർത്ത് കളയുവാനും എളിയവരെ ദുഃഖിപ്പിപ്പാനും നിങ്ങൾക്ക് എന്തു കാര്യം എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യഹോവ പിന്നെയും അരുളി ചെയ്തത് എന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ചു കഴുത്തു നീട്ടിയും എറികണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇരുനിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും. യഹോവ അവരുടെ ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കും. അന്ന് കർത്താവ് അവരുടെ കാൽ ചിലമ്പലുകളുടെ അലങ്കാരം,
അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം, കവണി, തലപ്പാവ്, കാൽത്തള, പട്ടുകച്ച, പരിമളപ്പെട്ടി, തകിടുക്കൂട്ട്, മോതിരം, മൂക്കുത്തി, ഉത്സവവസ്ത്രം, മേലാട, ശാൽവ, ചെറുസഞ്ചി, ദർപ്പണം, ശോമപടം, കല്ലാവ്, മൂടുപടം എന്നിവ നീക്കിക്കളയും. അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും, അരക്കച്ചയ്ക്ക് പകരം കയറും, പുരികുഴലിന് പകരം കഷണ്ടിയും, ഉഴലാടയ്ക്കു പകരം രട്ടും, സൗന്ദര്യത്തിനു പകരം കരിവാളിപ്പും ഉണ്ടാകും. നിന്റെ പുരുഷന്മാർ വാളിനാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും. അതിൻ്റെ വാതിലുകൾ വിലപിച്ചു ദുഃഖിക്കും, അത് ശൂന്യമായി നിലത്തു കിടക്കും. എഫേസ്യ ലേഖനം 3-ാം അധ്യായം. അതുനിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്വത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവർ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ.